കുറഞ്ഞ കാലം കൊണ്ട് ആയിരക്കണക്കിന് വിശ്വാസികളെ സ്വാധീനിച്ച ഒരു പ്രോഗ്രാമാണ് അറിവിൻ നിലാവ്. സഫ്വാൻ സഖാഫി പത്തപ്പിരിയമാണ് ആ പരിപാടിയുടെ അവതാരകൻ. ഞാൻ ആ പരിപാടിയുടെ പ്രചാരകനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരസ്യത്തിനു വേണ്ടിയോ വീഡിയോയിൽ വന്നയാളല്ല. മറിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ അറിവിൻ നിലാവിനെതിരെയും അതുപോലെ സഫ്വാൻ സഖാഫിക്കെതിരെയും വളരെ രൂക്ഷമായ വിമർശനങ്ങളും ആരോപണങ്ങളുമായി മൻസൂർ മണ്ണാർക്കാട് എന്ന ഒരു സഹോദരൻ പലതരത്തിലുള്ള വീഡിയോകൾ ചെയ്തത് കാണാനിടയായി. അദ്ദേഹം അതിലൂടെ സഫ്വാൻ സഖാഫിക്കെതിരെ വ്യഭിചാരാരോപണം നടത്തുകയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോ പ്രഥമ ദൃഷ്ട്യ കാണുന്നവർക്ക് തന്നെ മനസ്സിലാകും. അദ്ദേഹം അതിൽ പറയുന്നുമുണ്ട്, അദ്ദേഹം ഈ ഒരു വീഡിയോയുമായി രംഗത്ത് വരാനുള്ള ചേതോവികാരം ഒരിക്കലും സുന്നത്ത് ജമാഅത്തിനെ സമുദ്ധരിക്കാനോ ദീനിനെ സമുദ്ധരിക്കാനോ അല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ വ്യക്തിവൈരാഗ്യമാണ് എന്നത് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ നിന്ന് തന്നെ മനസ്സിലാകും. അദ്ദേഹം അങ്ങനെ ഒരു വ്യഭിചാരാരോപണം നടത്തിയ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ആ വീഡിയോയ്ക്കെതിരിൽ അഭിവന്ദ്യരായ ഹാരിസ് മദനി ഉസ്താദ് ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. അതോടുകൂടി ഈ മൻസൂർ മണ്ണാർക്കാട് എന്ന സഹോദരൻ ഹാരിസ് മദനി ഉസ്താദിനെതിരെയും അതിരൂക്ഷമായ വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ചൊരിയാൻ തുടങ്ങി. ഇതൊക്കെ കാണുന്ന സാധാരണക്കാരായ ആളുകൾ പലപ്പോഴും ധരിച്ചു പോകും, ഈ മൻസൂർ മണ്ണാർക്കാട് എന്ന സഹോദരൻ ഇങ്ങനെയുള്ള ഒരു ആരോപണവുമായിട്ടൊക്കെ മുന്നോട്ട് വന്നത് സുന്നത്ത് ജമാഅത്തിനെ സമുദ്ധരിക്കാൻ ദീനിനെ സമുദ്ധരിക്കാനാണ് എന്നൊക്കെ പലരും ധരിച്ചു പോകും. യഥാർത്ഥത്തിൽ അദ്ദേഹം ഇതിനു മുമ്പ് ചെയ്ത വീഡിയോകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. അദ്ദേഹത്തിൻ്റെ പ്രധാന പരിപാടി സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരുടെയും സാദാത്യങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ കുറ്റവും കുറവും കണ്ടുപിടിക്കലാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി. നോളജ് സിറ്റിക്കെതിരെ മഹാനായ സുൽത്താനുൽ ഉലമ AP ഉസ്താദിനെ ആക്ഷേപിച്ചുകൊണ്ട്, സയ്യിദ് ബായാർ തങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട്, അവരെയൊക്കെ തരം താഴ്ത്തിയും ആക്ഷേപിച്ചും കൊണ്ട് അവരുടെയൊക്കെ കുറ്റവും കുറവുമൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. മറിച്ച് അദ്ദേഹത്തിന് സുന്നത്ത് ജമാഅത്തിനോട് യാതൊരു അനുകമ്പയുമില്ല. അദ്ദേഹം ആദ്യം ചെയ്ത വീഡിയോയിൽ പറയുന്നുണ്ട്, സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരെ എനിക്ക് വലിയ ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുൻകഴിഞ്ഞ വീഡിയോകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, അദ്ദേഹം യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരെ തരം താഴ്ത്തുന്ന തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് സാധാരണക്കാരായ ആളുകളോട് പറയാനുള്ളത്, ആരും അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് തെറ്റിദ്ധരിച്ചു പോകണ്ട. ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് അബൂ ബർസത്ത് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യാ മഅശറ മൻ ആമന ബിലിസാനിഹി വലം യദ്ഖുലിൽ ഈമാനു ഖൽബഹു, ഹൃദയത്തിൽ ഈമാൻ പ്രവേശിക്കാതെ കേവലം നാവുകൊണ്ട് വിശ്വസിച്ചവരെ, അതായത് മുനാഫിഖീങ്ങളെ എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഭിസംബോധന ചെയ്യുന്നത്. ലാ തഗ്താബുൽ മുസ്ലിമീന, നിങ്ങൾ മുസ്ലിമീങ്ങളുടെ പരദൂഷണം പറയരുത്. വലാ തത്തബിഉ ഔറാത്തിഹിം, നിങ്ങൾ അവരുടെ ന്യൂനതകൾ ചിക്കിച്ചികഞ്ഞ് അന്വേഷിച്ച് നടക്കരുത്. ഫഇന്നഹു മനിത്തബഅ ഔറാത്തിഹിം, കാരണം തീർച്ചയായും മുസ്ലിമീങ്ങളുടെ ന്യൂനതകൾ ചിക്കിച്ചികഞ്ഞ് അന്വേഷിച്ചു നടക്കുന്നവർ യത്തബിഉല്ലാഹു ഔറത്തഹു, അങ്ങനെയുള്ളയാളുടെ ന്യൂനതകളെ അള്ളാഹു ചിക്കിച്ചികഞ്ഞ് അന്വേഷിക്കും. വമൻ യത്തബിഇല്ലാഹു ഔറത്തഹു, ആരുടെയെങ്കിലും ന്യൂനതയെ അള്ളാഹു അന്വേഷിക്കാൻ തുടങ്ങിയാൽ യഫ്ലഹുഹു ഫീ ബൈത്തിഹി, അവനെ അവൻ്റെ വീട്ടിലും സമൂഹത്തിലും അള്ളാഹു വഷളാക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് നിവേദനം ചെയ്യപ്പെട്ട ഈ ഹദീസ് നമ്മുടെയൊക്കെ ഹൃദയത്തിലുണ്ടാകണം. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞതാണ്, യാ അയ്യുഹല്ലദീന ആമനു ജുത്തനിബൂ കസീറം മിനല്ലൻ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ
അധിക ധാരണകളെയും അധിക ഭാവനകളെയും നിങ്ങൾ ഒഴിവാക്കുക. ഇന്ന ബഅ്ളല്ലന്നി ഇസ്മുൻ, കാരണം നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നതിൽ പലതും തെറ്റിദ്ധാരണകളാണ്. വലാ തജസ്സസു, നിങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കാൻ പാടില്ല എന്ന പരിശുദ്ധ ഖുർആനിൻ്റെ വാചകം, പരിശുദ്ധ ഖുർആനിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. ഒരാളെയും കുറ്റം പറയാൻ പോകരുത്, ആരെയും കുറ്റം പറയാൻ പോകരുത്. മറ്റുള്ളവരെ കുറ്റം പറയുന്നതിന് മുമ്പ് നാം സ്വയം വിചിന്തനം നടത്തണം. മറ്റുള്ളവരുടെ ന്യൂനതകൾ പരിശോധിക്കുന്നതിന് മുമ്പ് സ്വന്തം ന്യൂനതയെ നാം മനസ്സിലാക്കി സ്വയം നന്നാകാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബ്.